പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന ചിത്രം 84-ൽ പുറത്തിറങ്ങിയ പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന ഈ ചിത്രം മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൻ്റെ ഒരു കോമഡി ചിത്രമാണ്. ഈ ചിത്രത്തിൽ ഗോപാലകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ മോഹൻലാലും നാരായണൻ എന്ന കഥാപാത്രത്തെ ശ്രീനിവാസനും അവതരിപ്പിച്ചു. പ്രിയദർശൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് പൂച്ചയ്ക്കൊരു മൂക്കുത്തി. ഇതിൻ്റെ തിരക്കഥ എഴുതിയതും പ്രിയദർശൻ തന്നെയായിരുന്നു. ഇതുകൂടാതെ നമ്മുടെ ജനപ്രിയ ഗായകനായ MG ശ്രീകുമാർ ആദ്യമായി പിന്നണി ഗായകനായി അരങ്ങേറ്റം കുറിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു ഇത്. അക്കാലത്ത് തിയേറ്ററുകളിൽ ധാരാളം ഓടി വാണിജ്യ വിജയം നേടിയ ഈ ചിത്രം 80കളുടെ മധ്യത്തിൽ ഒരു മുഴുനീള കോമഡി ചിത്രം വിജയിക്കും എന്ന് കാണിച്ചു കൊടുത്ത ഒരു ചിത്രം കൂടിയായിരുന്നു പൂച്ചയ്ക്കൊരു മൂക്കുത്തി. അരം അരം കിന്നരം 85-ൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ശ്രീനിവാസൻ കഥയെഴുതി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒരു കോമഡി ചിത്രമായിരുന്നു. മോഹൻലാൽ, ശങ്കർ, ലിസി തുടങ്ങിയവരായിരുന്നു ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഇതിൽ നാരായണൻകുട്ടി എന്ന കഥാപാത്രത്തെ മോഹൻലാലും ഗോപികൃഷ്ണ എന്ന കഥാപാത്രത്തെ ശ്രീനിവാസനും അവതരിപ്പിച്ചു. പസന്ത് അപ്പനി അപ്പനി, നരം ഗരം എന്നീ 2 ഹിന്ദി ചിത്രങ്ങളായിരുന്നു ഈ ചിത്രം നിർമ്മിക്കാൻ ഇവർക്ക് പ്രചോദനമേകിയത്. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം സിബി മലയിൽ സംവിധാനം ചെയ്ത് 86-ൽ പുറത്തിറങ്ങിയ ഒരു മലയാള ചിത്രമാണ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം. മോഹൻലാൽ, ശ്രീനിവാസൻ, മേനക, നെടുമുടി വേണു തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. ഈ ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചത് ശ്രീനിവാസനായിരുന്നു. ചില സാമൂഹിക പ്രശ്നങ്ങൾ ഹാസ്യരൂപത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഈ ചിത്രത്തിന് ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇതിൽ ദിവാകരൻ എന്ന ചെറുപ്പക്കാരൻ കഥാപാത്രത്തെ മോഹൻലാലും വിജയൻ മാഷിനെ ശ്രീനിവാസനും അവതരിപ്പിച്ചു. മഴ പെയ്യുന്നു, മന്ദളം കൊട്ടുന്നു 1986-ൽ പുറത്തിറങ്ങിയ ഈ ചിത്രം പ്രിയദർശനായിരുന്നു സംവിധാനം ചെയ്തത്. ജഗദീഷിൻ്റെ കഥയിൽ നിന്നും ശ്രീനിവാസൻ തിരക്കഥയും സംഭാഷണവും എഴുതിയ ഒരു കോമഡി ചിത്രമായിരുന്നു മഴ പെയ്യുന്നു, മന്ദളം കൊട്ടുന്നു. ഈ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു ഹ്രസ്വവേഷത്തിൽ എത്തുന്നുമുണ്ട്. ആ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു മഴ പെയ്യുന്നു, മന്ദളം കൊട്ടുന്നു. ഈ ചിത്രത്തിൽ ശംഭു എന്ന കഥാപാത്രത്തെ മോഹൻലാലും MA ധവാൻ എന്ന കഥാപാത്രത്തെ ശ്രീനിവാസനും അവതരിപ്പിച്ചു. ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം ശാരദക കസിബു എന്ന പേരിൽ 2010-ൽ തെലുങ്കിലും മനന്തൻ മഹാദേവൻ എന്ന പേരിൽ 89-ൽ തമിഴിലും റീമേക്ക് ചെയ്യപ്പെട്ടു. ഹലോ മൈ ഡിയർ റോങ് നമ്പർ. പ്രിയദർശൻ കഥയും സംവിധാനവും ചെയ്ത ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ശ്രീനിവാസനായിരുന്നു എഴുതിയത്. 1986-ൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു കോമഡി ചിത്രമായിരുന്നു. മുകേഷ് അതിഥി വേഷത്തിൽ അഭിനയിച്ച ചിത്രം കൂടിയാണിത്. ഇതിൽ പാതിരി എന്ന കഥാപാത്രത്തെ ശ്രീനിവാസനും മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായ വേണുഗോപാൽ എന്ന കഥാപാത്രത്തെ മോഹൻലാലും അവതരിപ്പിച്ചു. സന്മനസ്സുള്ളവർക്ക് സമാധാനം. സത്യൻ അന്തിക്കാട് കഥയും സംവിധാനവും ചെയ്ത ഈ ചിത്രം ശ്രീനിവാസനായിരുന്നു തിരക്കഥ എഴുതിയത്. 86-ൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു വിജയിച്ച കുടുംബ ചിത്രമായിരുന്നു. ഈ ചിത്രത്തിൽ ഹൗസ് ഓണർ ഗോപാലകൃഷ്ണ പണിക്കരായി മോഹൻലാലും സബ് ഇൻസ്പെക്ടർ രാജേന്ദ്രനായി ശ്രീനിവാസനും വേഷമിട്ടു. TP ബാലഗോപാലൻ MA. സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ, ശ്രീനിവാസൻ, ശോഭന തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഈ ചിത്രം 86-ലായിരുന്നു പുറത്തിറങ്ങിയത്. മോഹൻലാലിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി ലഭിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ്. ഇതിലെ പ്രധാന കഥാപാത്രമായ TP ബാലഗോപാലൻ MA ആയി മോഹൻലാലും അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ നായരായി ശ്രീനിവാസനും അഭിനയിച്ചു. നാടോടിക്കാറ്റ്. സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ, ശ്രീനിവാസൻ, ശോഭന തുടങ്ങിയവർ മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ച് 87-ൽ പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമായിരുന്നു നാടോടിക്കാറ്റ്. ഇതിൻ്റെ പേര് പോലെ തന്നെ ധാരാളം ഓടി പ്രദർശന വിജയം നേടിയ ഒരു ചിത്രമായിരുന്നു നാടോടിക്കാറ്റ്. ശ്രീനിവാസനായിരുന്നു ഇതിൻ്റെ തിരക്കഥ എഴുതിയത്.
പിൽക്കാലത്ത് ഏറെ പ്രശസ്തമായ ദാസൻ വിജയൻ കഥാപാത്രങ്ങൾ ഈ ചിത്രത്തിൻ്റേതായിരുന്നു. അന്നത്തെ കാലത്ത് കേരളത്തെ ബാധിച്ചുകൊണ്ടിരുന്ന തൊഴിലില്ലായ്മയും ദാരിദ്ര്യത്തെയും അതിഗംഭീരമായ തിരക്കഥയിലൂടെയും നർമ്മത്തിലൂടെയും ആവിഷ്കരിച്ചതായിരുന്നു നാടോടിക്കാറ്റ് എന്ന ഈ ചിത്രത്തിന് ഇത്രത്തോളം വൻ വിജയം സമ്മാനിച്ചത്. ഇതിൽ രാംദാസ് എന്ന ദാസനായി മോഹൻലാലും വിജയനായി ശ്രീനിവാസനും വേഷമിട്ടു. പിന്നീട് ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം ഇതിൻ്റെ തന്നെ 2-3 ഭാഗങ്ങൾ പുറത്തിറങ്ങുകയുണ്ടായി. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. 88-ൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ശ്രീനിവാസനായിരുന്നു. അക്കാലത്തെ ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമായിരുന്നു മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. മോഹൻലാൽ, ശ്രീനിവാസൻ, രഞ്ജിനി തുടങ്ങിയവരായിരുന്നു മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ചത്. 83-ൽ പുറത്തിറങ്ങിയ കഥ എന്ന സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്ന സാസ ആനി കസവ് എന്ന മറാത്തി നാടകത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ കഥ. ഈ ചിത്രത്തിൽ മുകുന്ദനായി മോഹൻലാലും വിശ്വനാഥനായി ശ്രീനിവാസനും വേഷമിട്ടു. ചിത്രം 88-ൽ പുറത്തിറങ്ങിയ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒരു മലയാള ചലച്ചിത്രമാണ് ചിത്രം. മോഹൻലാൽ, രഞ്ജിനി, ശ്രീനിവാസൻ, നെടുമുടി വേണു തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. ഇതിൽ ശ്രീനിവാസൻ്റെ കഥയെ ആസ്പദമാക്കി പ്രിയദർശൻ തന്നെയായിരുന്നു ഇതിൻ്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. ഇതിൽ വിഷ്ണു എന്ന കഥാപാത്രത്തെ മോഹൻലാലും ഭാസ്കരൻ നമ്പ്യാർ എന്ന കഥാപാത്രത്തെ ശ്രീനിവാസനും അതിഗംഭീരമായി അവതരിപ്പിച്ചു. മലയാളത്തിലെ ജനപ്രീതി നേടിയ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായി ഈ ചിത്രം മാറപ്പെടുകയായിരുന്നു. ഈ ചിത്രത്തിൻ്റെ വൻ വിജയത്തിന് ശേഷം പ്രിയദർശൻ ചോരി ചോരി എന്ന പേരിൽ ഹിന്ദിയിൽ മിഥുൻ ചക്രവർത്തിയെ നായകനാക്കി ഈ ചിത്രം ആവിഷ്കരിക്കുകയുണ്ടായി. പട്ടണപ്രവേശം ശ്രീനിവാസൻ്റെ തിരക്കഥയിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത 88-ൽ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമായിരുന്നു പട്ടണപ്രവേശം. നാടോടിക്കാറ്റിൻ്റെ തുടർച്ചയായ ഈ ചിത്രത്തിൽ CIDമാരായി മാറിയ ദാസനും വിജയനും ഒരു കൊലപാതക കേസ് അന്വേഷിക്കുന്നതാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. വെള്ളാനകളുടെ നാട് മോഹൻലാൽ, ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ചിത്രമായിരുന്നു 88-ൽ പുറത്തിറങ്ങിയ വെള്ളാനകളുടെ നാട്. മണിയമ്പിള്ള രാജു നിർമ്മിച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രം 88-ലായിരുന്നു പുറത്തിറങ്ങിയത്. ഈ ചിത്രത്തിൽ കോൺട്രാക്ടർ പവിത്രൻ നായരായി മോഹൻലാലും ശിവനായി ശ്രീനിവാസനും വേഷമിട്ടു. ഇതിൽ ശോഭനയായിരുന്നു നായികയായി അഭിനയിച്ചത്. ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം 2010-ൽ പ്രിയദർശൻ ഹിന്ദിയിൽ കട്ട മീട്ട എന്ന പേരിൽ അക്ഷയകുമാറിനെയും തൃഷ കൃഷ്ണനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പുനരാവിഷ്കരിച്ചു. വരവേൽപ്പ് 89-ൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം നിർവഹിച്ചിരിക്കുന്നത് ശ്രീനിവാസനായിരുന്നു. ഈ ചിത്രത്തിൽ ഗൾഫുകാരൻ മുരളീധരനായി മോഹൻലാലും വെഹിക്കിൾ ഇൻസ്പെക്ടറായി ശ്രീനിവാസനും വേഷമിട്ടു. ഓട്ടോ മോഹൻലാൽ, ശ്രീനിവാസൻ, മുരളി, രേഖ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ ചിത്രം വേണു നാഗവള്ളിയായിരുന്നു സംവിധാനം ചെയ്തത്. ഓട്ടോറിക്ഷ ജീവനക്കാരുടെ ജീവിതം വിഷയമാക്കിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഓട്ടോ. ഇതിൽ ഓട്ടോക്കാരൻ സുധിയായി മോഹൻലാലും സബ് ഇൻസ്പെക്ടർ അനീഷായി ശ്രീനിവാസനും വേഷമിട്ടു. 90കളിൽ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായി ഈ ചിത്രം മാറപ്പെടുകയായിരുന്നു. ഹിസ് ഹൈനസ് അബ്ദുള്ള വൻ സാമ്പത്തിക വിജയം നേടിയ ഈ ചിത്രം സിബി മലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാലായിരുന്നു നിർമ്മിച്ചത്. ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു ഹിസ് ഹൈനസ് അബ്ദുള്ള. ആ വർഷത്തെ ഏറ്റവും സാമ്പത്തിക ലാഭം നേടിയ ചിത്രവും നാദരൂപിണി എന്ന ഗാനത്തിലെ MG ശ്രീകുമാറിന് മികച്ച ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതും നെടുമുടി വേണുവിന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതും വളരെയധികം ജനപ്രിയ ഗാനങ്ങൾ കീഴടമിട്ട രവീന്ദ്രൻ മാഷിന് ആ വർഷത്തെ മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഈ ചിത്രത്തിലൂടെ ലഭിക്കുകയുണ്ടായി. ഈ ചിത്രത്തിൽ അമീർ ഖാൻ സാഹിബ് എന്ന അനന്തൻ നമ്പൂതിരിയായി മോഹൻലാലും രവിവർമ്മയായി ശ്രീനിവാസനും വേഷമിട്ടു.
അക്കരെ അക്കരെ അക്കരെ. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം എന്നീ ചിത്രങ്ങളുടെ മൂന്നാം പരമ്പരയായിരുന്നു. ശ്രീനിവാസൻ തന്നെയായിരുന്നു ഇതിൻ്റെ രചനയും നിർവഹിച്ചത്. മ്യൂസിയത്തിൽ നിന്നും മോഷണം പോയ സ്വർണ്ണക്കിരീടത്തെപ്പറ്റി അന്വേഷിക്കാൻ CIDമാരായ ദാസനും വിജയനും അമേരിക്കയിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന സംഭവവികാസങ്ങളായിരുന്നു ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തലം. ഈ ചിത്രത്തിലെ ദാസവിജയന്മാരായ മോഹൻലാലും ശ്രീനിവാസനെയും കൂടാതെ മുകേഷും മണിയമ്പിള്ള രാജുവും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്.